തങ്ക ഇച്ചിരി കറി കൂടെ ചെറുതണം നേടി. കറിയോ? എന്താണെന്നറിയില്ല, ഇവിടെ വന്നേ പിന്നെ ഭയങ്കര വിശപ്പാണ്. ഓ, അല്ലെങ്കിൽ വിശപ്പില്ലാത്തൊരു മഹാൻ. നീ അവനൊന്നും കൊടുക്കാറില്ലേ? പിന്നെ എങ്ങനെയാ ആങ്ങളെ എങ്ങനെ ഇരിക്കണേ? അളിയിലൊഴിച്ചോളൂ. എനിക്ക് വേണ്ട. എന്താ സാധനങ്ങൾക്കൊക്കെ വില? ഉള്ളി 128 1 കിലോ, സവാള ആണെങ്കിൽ 64. നമ്മളിപ്പോ ഉരുളക്കിഴങ്ങല്ലേ കഴിക്കുന്നത്? ഉരുളക്കിഴങ്ങിനും 64. ആ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എല്ലാവരും പിന്നെ നമ്മൾ ലാറ്റിനിൽ പോകുമ്പോൾ പറയാൻ പറ്റും. നീ എന്തൊരു വർത്താനം നീ പറഞ്ഞത്? ഈ സാധനങ്ങളുടെ വരവ് ചെലവ് അതിന്റെ വില അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വേണം ജീവിക്കാൻ. ഇത് വെറുതെ നമ്മൾ മരത്തിൽ നിന്ന് കുലുക്കി പറിച്ച് ഉണ്ടാക്കുന്നതല്ലേ? അല്ല, ഞാൻ ഒരു സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. കാര്യത്തിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്ത് സാധനത്തിന് എന്ത് വിലയായാലും നമുക്ക് ഏറ്റവും ഒടുവിൽ കപ്പയുണ്ടല്ലോ, കപ്പ ഉണക്ക മീനാ എനിക്ക് ഏറ്റവും ഇഷ്ടം. കപ്പയെന്ന് പറഞ്ഞാൽ ഒരു ജീവനാ. കപ്പ എവിടുന്ന് ഇപ്പോ? അടിയ ഫ്രണ്ട് നട്ട് പിടിപ്പിച്ചേക്കല്ലേ കപ്പ ആവശ്യത്തിന്. അത് കണ്ടോ? അത് കണ്ടാന്നാ ലാവിഷായിട്ട് നിൽക്കല്ലേ. അത് വളർന്ന് വലുതായിട്ട് അതിൽ നിന്ന് കപ്പയും കഴിച്ചിട്ടാ ഞാൻ പോകും. അത് വളർന്ന് വലുതാകുമ്പോൾ 5-6 മാസമെങ്കിലും പിടിക്കും. മതി, അത് സാവകാശം വളർന്നോട്ടെ. ഇനി 6 മാസം 1 വർഷം എടുത്ത് വളർന്നോട്ടെ. എന്നിട്ട് അതിൽ നിന്ന് കപ്പ തിന്നിട്ട് ഞാൻ പോകും. അല്ല, മുട്ടയില്ലേ? അല്ല, എനിക്കല്ല. മുട്ട പൊരിച്ച് ആ കുട്ടിക്കല്ലേ, അക്കളിക്കല്ലേ? അല്ലല്ല, അവളാണെങ്കിലും ഇത് കഴിക്കില്ല, മഞ്ഞ കഴിക്കില്ലല്ലോ. അക്കളിയല്ലേ, ഇവള് കഴിക്കും മുട്ട. അവളെ രാവിലത്തെ ഡയറ്റില് മുട്ടയാ മെയിൻ. മഞ്ഞ കഴിക്കില്ലല്ലോ. മഞ്ഞ ഞാൻ കഴിക്കുമല്ലോ. ഒന്നും വിടില്ല. മുട്ട 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 എന്റെ പേര് പറഞ്ഞ അങ്ങനെ തിന്നണ്ട നീറ്റ്. അപ്പൊ അത് കഴിക്കും. അത് തിന്നി വല്ല ദഹനക്കേട് പിടിക്കും. ഒരു മുട്ടയല്ലേ ചോദിച്ചോളൂ, വേറൊന്നും അല്ലല്ലോ. പിന്നെ നിസാരം ഒരു മുട്ട. പൊടിപ്പിക്കുന്ന മെഷീനിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണ്ടാ, ആരെയും കുറ്റം പറഞ്ഞതല്ല. വരവ് ചെലവ് നമ്മൾ അറിയണം. കാരണം ഇതൊന്നും നമ്മൾ വെയിൽ കൊണ്ട് മുറക്കൊഴിഞ്ഞുണ്ടാക്കുന്ന പൈസ ഇതൊക്കെ അത് അധ്വാനിക്കുന്നവർക്ക് അവൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അല്ലാതെ എന്തറിയാം, അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ലാവിഷായിട്ട് തന്നെ ജീവിക്കണം. ചുമ്മാ നമ്മൾ ഈ ദാരിദ്ര്യം പറഞ്ഞ് തിന്നും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഇരിക്കണേ ഇരിപ്പിട്ട് തട്ടിപ്പോയി എന്ത് ചെയ്യോളി? അത് തന്നെയല്ല, ഭക്ഷണ കാര്യത്തിന് ഇങ്ങനെ കണക്ക് പറയാൻ പാടില്ല. കണക്ക് പറയാൻ പാടില്ല. തിന്നുന്ന കാര്യത്തിൽ ഒരു കണക്ക് വേണം. അത് വേണം. ഒരെണ്ണം കൂടെ വയ്ക്കും. അത് തിന്നെ. അല്ല, അളിയന്. അല്ല, ഒരു പണി അങ്ങോട്ട് വെച്ചു കൊടുക്കും. അല്ല, അളിയന് ഒരെണ്ണം കൂടെ വയ്ക്കാം, എനിക്കല്ല. അല്ല, എപ്പോഴും ഇങ്ങനെ എടുത്ത് എന്റെ ഭാര്യ നീ ക്ലീറ്റോ എന്തേലും ക്ലീറ്റോ, അങ്ങനെ ആരുടെ മുഞ്ഞി മോറൊന്നും കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. എന്തിന് എടി? ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഈ നിൽക്കുന്നത് എൻ്റെ സ്വന്തം പെങ്ങളും. അവൾ ഉണ്ടാക്കി തരുന്ന ഈ ഭക്ഷണം എനിക്ക് അവകാശപ്പെട്ട ഭക്ഷണം. ഇത് കഴിക്കണേന് ആർക്കെവിടെ എതിർപ്പ്? പിന്നെ ആളിയും പറയണ അതൊക്കെ ആളിയും വെറുതെ തമാശ പറയണല്ലേ. ഫോൺ ചെറുതടി. ഇവർക്കൊന്നും തമാശ തിരിച്ചറിയാനുള്ള ഇത് സെൻസ് ഇല്ലടിയാ. ഓ അമ്മാവനാ. അമ്മാവനാ? പറ. ഹലോ, ആ അമ്മാവ, എന്താ വിശേഷം? വരുന്നുണ്ടോ? എപ്പോ? കുറച്ച് ദിവസം നിൽക്കാൻ കണക്കിന് വരാൻ പറ. അതെ, വന്നിട്ട് അങ്ങനെ വെറുതെ ഓടിപ്പോവാന്ന് വിചാരിച്ചു വരണ്ട. ഇവിടെ നിക്കാൻ പാകത്തിന് വന്ന. ചുരുങ്ങിയത് 1 മാസം നിക്കണം അമ്മാവൻ. കാണാൻ കൊതിയാണ് അമ്മാവ. ആ ശരി, ഞാൻ എന്താ അതേ ക്ലീറ്റന്റെ കൊടുക്കാം. 1 മിനിറ്റ്. ഹലോ, പട്ടായല്ലോടി. ക്ലീറ്റ അമ്മാവൻ വരാൻ പോണെന്ന്. എന്നാലും ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറിയിപ്പില്ലാണ്ട്? അയ്യോ പാവം, നമ്മളെ കാണാൻ കൊതിയാവുന്നു. ഞങ്ങൾക്ക് ഒരു അമ്മാവനേ ഉള്ളേ. പൊന്നോ, ഞങ്ങളെന്ന് പറഞ്ഞ ചാവും അമ്മാവൻ. ഇവളുടെ അമ്മയുടെ ആങ്ങളെയാ. കല്യാണം കഴിച്ചിട്ടില്ലേടി? ഭയങ്കര ഒരു കഥാപാത്രമാണ് ആള്. ഇന്ന് വരും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്താന്നാ പറഞ്ഞേ. അതെയോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മാസം നിക്കാൻ പാകത്തിന് വന്നോന്ന്. ആ, നന്നായി. അതെ, പിന്നെ അമ്മാവന്റെ കഥകൾ കേൾക്കാണ്ടല്ലോ, ഭയങ്കര തമാശയാ. നീ ഇനി നോക്കിയോ, കുറെ ദിവസം നിനക്ക് ചിരിച്ചും മരിക്കാം. ഞാനും ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ, കനകനും കൂടെ, ഞാൻ ചെറുതടിക്കുന്ന കൂട്ടത്തില്ല. ചെറുതൊന്നും അല്ല, നല്ല വലുതായിട്ട് തന്നെ അടിക്കും. എല്ലാ ദിവസവും അടിക്കും. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ അലമ്പൊന്നുമില്ല. ഇച്ചിരി വർത്താനം പറയും, അതേ ഉള്ളൂ. വേറെ ഒരു ശല്യമില്ല. ഫാമിലി വർത്താനം എന്ന് പറഞ്ഞുണ്ടല്ലോ, പിന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത ഇന്റർനാഷണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പൊ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ അറിഞ്ഞൂടാത്ത ഒരു കാര്യവും ലോകത്തില്ല. യുദ്ധത്തിന്റെ കഥയൊക്കെ പറയണതോ? ഇവിടെ അച്ഛൻ യുദ്ധം ചെയ്തേക്ക് അമ്മാവൻ പറയും. കാരണം അമ്മാവ് അവിടെ നേരിട്ട് യുദ്ധം ചെയ്താലേ പറയണേ. പിന്നെ ഒരു ദിവസം ഞാനും കനകനും കൂടെ നൈസായിട്ട് ഒഴിച്ച് അമ്മ ഞങ്ങളുമായിട്ട് പിണങ്ങിയിരുന്നു. ആ പിണക്കം തീർക്കാൻ അമ്മാവൻ വന്നതാ. നീ എന്റെ യൂണിഫോം തേച്ചിട്ടുണ്ടോ? അല്ലെ, നീ ഇത് കേക്ക്. ഹലോ, ഒരു മിനിറ്റ്. എന്റെ വൈഫാണ്, സംസാരിച്ചോട്ടെ. എന്റെ യൂണിഫോം തെച്ചിട്ടുണ്ടോ? അതിപ്പോ നിങ്ങൾക്ക് എവിടെ പോരാ? നീ എനിക്കിത് ഡ്യൂട്ടി ഇല്ലേ?
നിനക്ക് എന്താടി ഇതൊന്നും തലയിൽ കയറില്ല നിന്റെ ഞാൻ അവനോട് എന്റെ കാര്യങ്ങളും തലയിൽ കയറില്ല നിനക്ക് നീ ഇനി പോയി അളിയന്റെ യൂണിഫോം തേച്ചു യൂണിഫോം തേക്ക് അന്ന് നീ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പിന്നെ പറയാം, സമയമുണ്ടല്ലോ. ക്ലീറ്റോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ സ്പെഷ്യല്? പിന്നെ അമ്മാവന് ഇഷ്ടമുള്ള എല്ലാ സാധനം ഉണ്ടാക്കി കൊടുക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ആ അതെ അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോട്ടെ. അമ്മാവൻ എന്തിനാടി അമ്മാവനൊന്നും വലിയ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? നിങ്ങക്ക് എന്താന്നേ നാത്തൂന്റെ അമ്മാവൻ ഇങ്ങോട്ട് വന്നേന്? എന്തിനാ അമ്മാവനോട് വന്നിരിക്കുന്നത്? നാത്തൂനെ കാണാൻ അത് എന്നോട് ഉദ്ദേശം നിനക്കറിയാമോ? അറിയാമോ നിനക്ക്? എനിക്കെങ്ങ് പറഞ്ഞൂടെ അതിന്റെ നിനക്കറിയാം. നീ അറിയാൻ പാടില്ലാത്ത പോലെ നടിക്കണ നീ. അതൊക്കെ എന്തിനാടി പറയണത്? കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. വലിഞ്ഞേറി വന്നല്ലേ, പിന്നെ ഞാൻ നാണിക്കണത്. ഇന്നിപ്പോ അമ്മാവൻ വന്ന്, നാളെ അമ്മാവന്റെ അമ്മായി വരും, പിന്നെ അമ്മായിയമ്മപ്പം വരും. ഇവിടെ കയറി വരിഞ്ഞോട്ടെ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. ഞാൻ പൗലോസ് ആരാണെന്ന് നീ അറിയും. നീ നിന്നെ അറിയിക്കും. എനിക്കറിയാം. അറിയാലോ. എന്നിട്ട് നീ പിന്നെ പൊട്ടം കളിക്കണം, പൊട്ടിയാ എന്തെങ്കിലും ഒന്നും നടക്കൂല. ഈ വീട് ഞാൻ സ്വന്തമാക്കി കാണണമല്ലോ. ആരവിടെ കയറി ഇവിടെ ഭരിക്കാൻ വരണം. പൗലോസ് ആരാണെന്ന് അറിയാൻ പോണേ ഉള്ളൂ. ഞാൻ അറിയിച്ചു കൊടുക്കാം. എന്തായാലും നീ അവരുടെ കൂടെ കൂടിക്കോ കേട്ടാ. ഈ പാലായിലെ റബ്ബറിന്റെയും ഈ കാറ്റിന്റെ ഒക്കെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെയാ. അങ്ങനെ പോണ്. റബ്ബർ ഇപ്പൊ വെട്ടുന്നവന്റെ ആളത്ര ശരിയല്ല, അവനെ മിക്കവാറും ഞാൻ മാറ്റും. ഇല്ല, അത് ഞാൻ എന്റെ മേൽനോട്ടത്തിലാക്കും ഇനിയിപ്പോ. ഇന്ന് രാവിലെ തിരിച്ചെന്ന് പറഞ്ഞു. അതെയോ? അയ്യോ അൻസാറ്. തങ്കം ഉണ്ട്. എടാ തങ്കം നിന്നെ അന്വേഷിച്ചെന്ന് പറയാൻ വരവ് വെച്ചെന്ന്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം ഇങ്ങോട്ട് പോര്. വന്നിട്ട് ഉടനെ പോകാൻ കണക്കിന് വരരുത്. വന്നാൽ 2 ദിവസം തങ്കം കണക്കിന് പോരണം കേട്ടാ. ശരിയെന്ന്, ഓക്കേടാ. അതെ, അമ്മാവും വരുന്നത് അവൻ അറിഞ്ഞിരുന്നേ അവനും കൂടെ പോന്നേനെ. അയ്യടാ, കാണായിരുന്നല്ലോ. അവൻ വരട്ടെ, ഇനി വേറെ ദിവസം വരട്ടെ. കൈ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന എന്തോ കടിച്ചടി എന്നെ. ഞാൻ ആ റബ്ബർ ഷീറ്റ് നോക്കാൻ പോയപ്പോ ഇനി അളിയും വല്ല ചൊറിയണോ പറ്റാതെ വെച്ചിരുന്നോ എനിക്ക് ചെയ്ത് കളയും. എന്ത് ഒന്ന് കവറ്, ഒന്ന് ലിസ്റ്റ്. അല്ലേ, ഇത് രണ്ടും കൂടെ കൊണ്ടുപോയ സാധനം കടയിൽ തരില്ലല്ലോ. തരും. നിന്റെ തന്റെ ഹബീൽദാരാണോ കടയിൽ ഇട്ടേക്കണേ? എന്റെ അച്ഛനെ പറയരുത്. പിന്നല്ലാണ്ട് നീ തമാശ കളിക്കല്ലേ. പൈസ എടുക്കടി. പൈസ എന്റെ എവിടുന്ന? ക്ലീറ്റോ അല്ലേ കുടുംബനാഥൻ. ക്ലീറ്റോ നോക്കണം. ക്ലീറ്റോന്റെ നാട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ പോറ്റേണ്ട കടമ ക്ലീറ്റോ. ഞാനിനി ഏത് നാട്ടിൽ പോയാലും പൈസ കൊണ്ട് കിടക്കാറില്ല, നിനക്കറിയാലോ. ഞാനും പൈസ ഇട്ടത്ര ശരിയാവും. അതെല്ലേ? എന്നാ പിന്നെ അമ്മാനെ വിളിച്ച് പറ വരണ്ടാന്ന്, കാശില്ലാന്ന് പറ. അവന് അമ്മാവൻ അവിടെ നിന്ന് തിരിച്ചല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആരുടെ അടുത്ത് നൈസ് ഒന്ന് സോപ്പിട്ട് സംസാരിച്ചു നോക്കിയടി. കാണും. കൂടപ്പറപ്പല്ലേ പോയി ചോദിക്കും നിങ്ങള്. ഞാനത് ചോദിച്ചാൽ മോശം. നീ നൈസായിട്ട് ചോദിക്കുക, അതാകുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ ഇത് തന്നെ പറയുന്നത് എനിക്കറിയാം, എന്നെ തെണ്ടാൻ വിടുന്നുള്ളത്. എന്നാ 2000 നോട്ടാ ഇതങ്ങോട്ട് തന്നതേ എന്റെ കയ്യിൽ ചില്ലറ ഇല്ലാത്തത് കൊണ്ടാ. ഈ എഴുതിയേക്കണ സാധനത്തിന് 1000 രൂപയുടെ താഴെ ആവുള്ളൂ. അതിന്റെ അർത്ഥം ബാക്കി പൈസ കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തരണം. ബില്ലും കാണും എനിക്ക്. അത് തരാം, പക്ഷെ അമ്മാവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ചെറിയ വേണ്ട. ആ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ കലി വന്ന് നിൽക്കുക. ഇനി കള്ളു കുടിച്ച് പൂസായിട്ട് എന്റെ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി വേണ്ട. ആ അളിയൻ വേട്ടാവളിനെ പോവാൻ പറയും. അതെ, ഞാനൊരു ചെറുത് എടുത്ത് അമ്മാവനൊന്ന് സന്തോഷിപ്പിക്കും. നീ ചുമ്മാ ഇരുന്നു. അമ്മാവനല്ലേ വിഷമം. ഇത്ര ദൂരം നിന്ന് വന്നിട്ട് പറ്റുമെങ്കിൽ അമ്മാവനെ 2 അടിച്ച് ഫിറ്റാക്കിയിട്ട് അമ്മാവനെ കൊണ്ട് അയാൾക്ക് 2 തെറിയും കൂടെ വിളിപ്പിക്കും. പോലീസുകാരൻ അയാളുടെ അടുത്ത് കളിക്കല്ലേ. പിന്നെ പോലീസാറ ഇയാൾ. ഇതൊക്കെ ഡൂക്കില് പോലീസടി. രാഷ്ട്രീയക്കാരുടെ പിന്നെ പോലീസാറെ കളി. വേഗം വരുമോ? കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് കറി വെക്കാൻ. വരാം. പൊടിയടി, ഇച്ചിരി വെള്ളം തളിച്ചിട്ട് തൂക്കണ്ടേ? ഈ സമയദോഷം വരുന്ന വഴിയേ. എന്താടാ അമ്മാവനല്ല, അതായത് അമ്മാവൻ വരുന്നുണ്ടല്ലോ. അമ്മാവനെ സൽക്കരിക്കാനായിട്ട് കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഇതിനിടയ്ക്ക് എന്താ പ്രശ്നം അറിയാമോ? തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു അക്കൗണ്ടിലേക്ക്. അപ്പോൾ അത് അവിടെ എന്തോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് 2 ദിവസം കൂടെ വൈകൂന്ന് പറഞ്ഞു. അപ്പൊ കയ്യിലാണെങ്കിൽ ഇപ്പോ ഇച്ചിരി പൈസയേ ഉള്ളൂ. അല്ല, എന്നാലും ഈ അമ്മാവനെ ഒന്ന് സൽക്കരിക്കാനായിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 10,000 രൂപ ഇരിപ്പുള്ളൂ. എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങണമെങ്കിൽ ഇച്ചിരി പൈസയുടെ ഒരു കുറവ്. ഒരു 10,000 രൂപ നിന്റെ എടുക്കണ്ടോ? കാര്യം പറഞ്ഞു. പൈസ വേണോ? കടമായിട്ട് മതി കേട്ടോ. കടമായിട്ട് 1000 രൂപ ഉണ്ടോ നിന്റെ?
1000 ഒന്നുമില്ല, 600 രൂപ വേണമെങ്കിൽ തരാം. 600 600 മതി. എന്നോട് പറയണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പറയോ? നീ എടുത്തോണ്ട് വാ. ആ, കടമാണ് കേട്ടോ. ഇത് എന്ത് തേങ്ങ എങ്ങനെയുണ്ട്? ഞാൻ തിരിച്ചു തരാം. ഞാൻ പോണേ. ഹലോ, എവിടെ? എങ്ങോട്ട്? എവിടെയാണെന്നോ? ഇത് എന്റെ വീടല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. അതല്ല, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെന്താ ചോദിച്ചു? അല്ല, പിന്നെ ഡ്യൂട്ടിക്ക് പോകണോന്ന്. അതെ, ഡ്യൂട്ടിക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? ഇയാള് പോയി വിടണം. എന്റെ വീട്ടിലേക്ക് താനാണോ ക്ഷണിക്കുന്ന? ആണോ? അളിയോ, നല്ല ചിക്കനും മട്ടണും ബീഫും എല്ലാം ഉണ്ട്. ചിക്കനും മട്ടനും ബീഫും ഫിഷും ഞാൻ നിർത്തി. എപ്പോ? ഇന്നലെ രാത്രിയും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചല്ലേ? ഇന്നലെ രാത്രിയല്ലേ? ഇന്നുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തി. പക്ഷെ അത് മണ്ടത്തിലാണ്. ഇന്ന് ഉച്ചയ്ക്കും കൂടെ കഴിച്ചിട്ട് നിർത്താം. വേണ്ട, പറഞ്ഞ മനസ്സിലായില്ലേ? ഇയാളെ പണി നോക്കണം. എന്റെ വീട്ടിൽ കയറി എന്നെ ക്ഷണിക്കുന്നു. പൊട്ടി വീഴേണ്ടത്. ഹലോ ഹലോ, അളിയോ ഒന്നിന്നേ. ഇതെവിടേക്കാ പോണേ? എന്താ ഇയാൾക്ക് എന്താ വേണ്ടത്? ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് വണ്ടിയിലുണ്ട്. ഹെൽമെറ്റ് വണ്ടിയിൽ വെക്കാനുള്ളതല്ല, പിന്നെ ഹെൽമെറ്റ് തലയിൽ വെക്കാനുള്ളതാണ്. അടുത്ത് വെക്ക്. എടുക്കും. നീ അത് വെക്ക്. വെക്കും. മനസ്സിലായില്ലേ? അത് വെക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണണ കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ട്. അല്ല, ഇന്ന് ഉച്ചയ്ക്ക് കൂടെ കഴിഞ്ഞ് നിർത്തിയാ പോരേന്ന്. ഒന്നും പറഞ്ഞില്ല, അളിയൻ പൊക്കോ. സ്റ്റാൻഡ് ശരിയാ. ചെവി കേട്ടൂടാ അച്ഛന്. ഓ, പിന്നെ കാറ്റത്തെ അല്ല ഓട്ടത്തെ പൊടി അവിടെ നിന്ന്. ക്ലാരേ, നീ ക്ലാരേ, ആരാ? എന്താ നിങ്ങളെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് ക്ലീറ്റസിന്റെ ഭാര്യ തങ്കത്തിന്റെ അമ്മാവൻ അഴകേശൻ. ഞാൻ നിങ്ങോട്ട് വരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ക്ലീറ്റസിന്റെ ആരാ? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏത് ക്ലീറ്റസ്? എടാ, മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ക്ലീറ്റസ് ഇല്ലേ? ഇപ്പൊ അവൻ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്താണ് താമസം. അപ്പൊ ഭാര്യയും കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്കിളിന് മാറിപ്പോയി, വീട് മാറിപ്പോയി. ഇതല്ല. നീ മിണ്ടാതിരിക്കും, ഇത് തന്നെയാണ് വീട്. ഞാൻ ആ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോൾ അവൻ കറക്കി തിരിഞ്ഞ് ദബ്ബടെ കൊണ്ടുവന്നിറക്കി 270 ഉറുപ്പിക മേടിച്ചിട്ട് പറഞ്ഞയച്ചല്ലേ ഇങ്ങോട്ട്. നിനക്ക് ആളെ മനസ്സിലായോ? പല തടിച്ചിട്ട് വെളുത്തിട്ട് ഒരു വയറൊക്കെ ചാടിയ വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് കൂടെ ഒരു കരിഞ്ഞ ഒരു സാധനം. കരിഞ്ഞ സാധനം ഒറ്റ അടിയാണ് വെച്ചേരും ഞാൻ. കറുപ്പാണെങ്കിൽ അവൾക്ക് 7 അഴക. എൻ്റെ ചേച്ചിയുടെ മോളാവള്. പിന്നെ ഒരു കുട്ടി. ഈ പറയണ 3 കക്ഷിയര് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ അല്ല, പക്ഷെ ഞങ്ങളവിടെ കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി കഴിയുമ്പോൾ ഒരു വളവുണ്ട്, ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ചേടാ, അങ്ങോട്ട് ഒരു കിലോമീറ്റർ ദൂരല്ലേ? 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 3 വീടുണ്ട്. 3 വീട്ടിൽ നീല ഗേറ്റ് വെച്ച ഒരു വീട്. അവിടെ ഈ 3 പേരുണ്ട്. ഞാൻ രാവിലെ കണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. അവിടേക്കാണ് അവര് പോയത്? ഞാൻ കണ്ടതാണ്. ചേടാ, ആ ഓട്ടോറിക്ഷക്കാരൻ വെറുതെ 1 കിലോമീറ്റർ ഓടിച്ചിന്റെ പൈസ എത്ര മേടിച്ചു എന്നറിയോ? ഈ ഓട്ടോക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നേ. ഇവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചാൽ മതി, 1.5 കിലോമീറ്റർ കൂടി പോയി. അത്ര ഓട്ടോ വിളിക്കേ? ഞാനാ ഇപ്പൊ തന്നെ അവൻ പറ്റിച്ചു. എന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഞാൻ നടന്നു നോക്കോളാം. എന്തായാലും എന്റെ മോനെ കണ്ടത് നന്നായി വരും കേട്ടാ. ഞാൻ പോയി കണ്ടോളാം. ശരി. ഇനിയിപ്പോ 1 കിലോമീറ്റർ ആണെങ്കിൽ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ്? കനകനോട് ചോദിച്ചപ്പോ അവൻ പറയണ്ട രാവിലെ ഇറങ്ങിയെന്ന്. അപ്പൊ ഇവിടെ പണ്ടേ എത്തേണ്ടതല്ലേ? അതെ, ഞാൻ നടരാജനെ വിളിച്ചപ്പോൾ നടരാജൻ പറഞ്ഞു ബസ്സിൽ കയറുന്ന കണ്ടോന്ന്. ഇപ്പൊ മണി 3 ആയില്ലേ? ഇവിടെ എത്ര സമയം കഴിഞ്ഞില്ലേ? അങ്ങനെ ദൂരേക്കൊക്കെ പോണ ആളല്ലേ അമ്മാവൻ? പിന്നല്ലാണ്ട് ലോകത്തിന്റെ എവിടം വരെ വേണമെങ്കിലും പോകും. അതെങ്ങനെ അടങ്ങി വീട്ടിലിരിക്കുന്ന ആളല്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇരുവിലെ തലകർക്കോ വല്ലതും വന്നിട്ട് അല്ല ആശുപത്രിയിലായോ? അമ്മ അവന് തല കറക്കമൊന്നും വരില്ലേ. ഇതിപ്പോ എന്റെ സംശയം, ബസ്സിലിരുന്ന് വരുന്ന വഴിക്ക് എവിടെ ബാറിന്ന് ഓടുണ്ട്, ചാടി അവിടെ ഇറങ്ങി 2 എണ്ണം കഴിച്ചിട്ട് വന്ന് ഉണ്ണാന്നൊക്കെ ഉള്ള തയ്യാറെടുപ്പില്ല. അതായിരിക്കും അവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. പിന്നെ
അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മാവൻ. വരാന്ന് പറഞ്ഞ അവിടെ വരും. ഇതെന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ട്. എനിക്ക് പേടിയാണ്. ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാന്നേ. അമ്മാവനെ തട്ട് വരാൻ പോണു. ചുമ്മാ ഇരിക്കും. ഇത് ചിലപ്പോ വല്ല കഴിക്കണ ആളാണ്. എന്ത് അതൊക്കെ കഴിച്ചാൽ എത്ര കൃത്യമായിട്ട് ഇവിടെ ഒന്നും എത്തിക്കോളും. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അമ്മാവൻ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കി. എടി വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ പറയണേ. വിളിച്ചില്ലാന്ന് വേണ്ട. ആ പൗലോച്ചായനെങ്ങാനും വിളിച്ചു പറഞ്ഞാലോ ഇനി ഒന്ന്? അല്ല ഇനിയിപ്പം അതായിരിക്കും നല്ലത്. നേരെ പോലീസുകാരാകുമ്പോ അന്വേഷിക്കുമല്ലോ. അതെ പോലീസുകാരോട് പറഞ്ഞു ഒന്ന് അന്വേഷിക്കാം. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഈ പോലീസിന്റെ സഹായം ഒന്നും വേണ്ട. എന്റെ പിള്ളേരോട് പറഞ്ഞ് അപ്പൊ തന്നെ അമ്മ തപ്പിയെടുത്ത് തന്നേനെ. നിങ്ങൾ മറിച്ചേനെ മിണ്ടാതിരുന്നോ ക്ലീറ്റോ? ഇത്ര നേരം വന്നാ വഴി വരെങ്കിലും ഒന്ന് ഇറങ്ങിച്ചല്ലോ നിങ്ങക്ക്. ഈ ഞാൻ എവിടെയെന്ന് പറഞ്ഞു പോയി അന്വേഷിക്കും. വിളിച്ചോ ഫോൺ എന്ത് കിട്ടണ്ടേ? ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ നീ ആരെങ്കിലും കണ്ടായിരുന്ന ഇങ്ങോട്ട് വന്നത്? ഞാൻ ആരെയും കണ്ടു. ഒരു പ്രായമായിട്ട് ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ വഴിക്ക് വന്നെ കണ്ടായിരുന്ന? ഞാൻ കണ്ടു. അതെ അമ്മാവ ഇനിയും വൈകിയുണ്ടല്ലോ. ഈ സാധനങ്ങളെല്ലാം തീരും. ഈ ചെറുക്കം ഒരു തീറ്റിപ്പുണ്ടായിരുന്നു. ഞാനൊന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. ഞാൻ ഇതിലേ കൊണ്ടുവരാം. എന്തെങ്കിലും അറിഞ്ഞ വേഗം വിളിക്കണേ. ഓ വിളിക്കാം. ഞാൻ കനകനൊന്നുകൂടെ വിളിച്ചു നോക്കാം കേട്ടോ. ആ വിഷമിക്കാണ്ടിരിക്കതങ്കം. അമ്മാവനിങ്ങ് വരുന്നേ. എവിടെ പോവാനാണല്ലാണ്ട് ഇത്ര നേരമായിട്ട് എവിടെ പോയി കിടക്കുക? വല്ല വണ്ടി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ വൈകണതായിരിക്കുന്നേ. അതൊന്നുമല്ല, എന്തോ പറ്റിയിട്ടുണ്ട് അമ്മാവന്. പിന്നെ ഹലോ, ആ എടാ ഇല്ലെന്നേ, വന്നിട്ടില്ല ഇതുവരെ. എനിക്കറിയാൻ പാടില്ല. കേക്കണില്ല, ഒച്ചത്തി പറ. ആ ഇല്ല, ക്ലീറ്റോ പോയല്ലോ സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കാൻ. ആ ഇല്ല, ഇവിടുത്തെ ചേട്ടനുണ്ട്, വേറെ സ്റ്റേഷനിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞേ. ആ അതിന് ക്ലീറ്റ് വിളിച്ചിട്ട് കിട്ടണ്ടേ? നീ ഒന്ന് വിളിച്ചു നോക്കുവോ? ആ ഒന്ന് വിളിച്ചു നോക്കൂ വേഗം. നല്ല ഇറങ്ങിയമ്മ. അയ്യോ മെല്ലെ ഇറങ്ങി. വേളം വെക്കല്ലേ, ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. നീ ബഹളം വെക്കണ്ട, ഒന്നും പറ്റി. അടി കിട്ടിയതാണ്. ഞാൻ വീട് മാറി കയറി. അതെ, കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? ഒന്ന് കാറ്റ് കൊടുക്ക്. നീ അമ്മ വെച്ച് സമാധാനം നിൽക്കട്ടെ, ബഹളം വെക്കണ്ട, ഒന്നുമില്ല. അമ്മാവിന്റെ ഫോണിൽ എന്താ പറ്റി? എന്തോരം വിളിച്ചമ്മാവാ ഞാൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന തിരക്കിലേ ഫോണിൽ ചാർജ് ചെയ്യാൻ മറന്നിട്ട് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ നോക്കുമ്പോ ഓഫായി കിടക്കണം. ഇതിപ്പോ എന്താ പറ്റിയതെന്ന് പറയുന്ന? എടി അമ്മാവൻ ഇവിടെ വരെ വന്നു. ഇവിടെ വന്നിട്ട് വീട് വഴി ചോദിച്ചപ്പോ ആരോ വഴി തെറ്റിച്ചു വിട്ടു. ഇവിടെ ഞാൻ ഓട്ടോക്കാലം ഇവിടെ വന്നിറങ്ങി. അപ്പൊ ഇവിടെ ഇതല്ലേ വീട്? അമ്മാവന് വിളിക്കായിരുന്നില്ലേ? അത് അപ്പൊ ഒരാള് പറഞ്ഞു, ക്ലീറ്റസ് പറഞ്ഞ ആള് ഇവിടെ അല്ല, അവർ രണ്ടാളും കുട്ടിയായിട്ട് കയറി പോണ ഒരു വീട് കണ്ടു. കുട്ടികള് ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടില്ലേ, അതിന്റെ അവിടെ ഒരു 3 വീടില്ലേ, അതിൽ നീല പെയിന്റ് അടിച്ചിട്ടുള്ള ഗേറ്റുള്ള വീടാന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. വിളിച്ചിട്ട് ആരും വിളി കേൾക്കണില്ല. അപ്പൊ ഞാൻ വാതിൽ നോക്കിയപ്പോ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഞാൻ മെല്ലെ ഇങ്ങനെ തള്ളി നോക്കിയപ്പോ വാതിൽ ഇങ്ങനെ തുറന്നു. എന്നിട്ട് അറിഞ്ഞവരെ ആളില്ലാത്ത ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ബോളി തള്ളി മാത്രം മര്യാദയാണോ? മര്യാദയാണോ? അല്ല, ഈ സൈസിലാണോ താമസിപ്പിക്കാൻ പോണത്? ആണോ? അല്ല മോനെ, അങ്ങനെ എന്റെ അമ്മാവനെ കുറ്റപ്പെടുത്തുന്നു. സ്റ്റേഷനിൽ ഞാനുണ്ടായിരുന്നു. അത് അവൻ പറഞ്ഞപ്പോ പിന്നെ നമ്മുടെ വീടാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ കയറിയതാ. അപ്പൊ കുളിമുറിയിൽ ആരോ ഇങ്ങനെ കുളിക്കുന്നുണ്ട് കേട്ടോ. അത് ക്ലീറ്റസ് ആവുന്ന കരുതിട്ട് ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നു. രാവിലെ തുടങ്ങിയ യാത്രയെല്ലാം ക്ഷീണം കൊണ്ട് മെല്ലെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ആ വീട്ടിലെ ആള് വന്നിട്ട് കഴുത്തിനെ കുത്തി പിടിച്ചപ്പോഴാണ് ഞാൻ നീറ്റത്. അപ്പോഴേക്ക് ശബ്ദം കേട്ടിട്ട് കുളിമുറിന്ന് ഒരു പെണ്ണിറങ്ങി വന്നു. അപ്പൊ ഇയാള് പറയാ പെണ്ണ് ഞാൻ തമ്മിലെന്തൊക്കെയാന്ന് പറഞ്ഞു ആകെ കൂക്കി വിളിച്ചു. നാട്ടുകാരൊക്കെ കൂടി എന്നെ തല്ലിയതൊക്കെ ഞാൻ ആലോചിക്കണം. എന്നാലും അമ്മാവനെ ഇവിടുന്ന് വഴിതെറ്റിച്ച് വിടാൻ ആരാ അതിന് തയ്യാറായത്? ഇവിടെ വന്നു ഒരു 10-17 വയസ്സായ ഒരു പയ്യനാട്ടോ. മീശയും താടി ഒന്നുമില്ല, ഹിന്ദി സിനിമയിലത്തെ ചെക്കൻ, നല്ല ചന്തമുള്ളൊരു ചെക്കൻ.
മാത്തുക്കുട്ടി അതായത് മാത്തുക്കുട്ടി എന്തിനാ വിളിക്കുന്നത്? മാത്തുക്കുട്ടി വിളിക്കേണ്ട കാര്യം എന്ത് കാര്യം? ഇറങ്ങി വേണം പോത്ത ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഈ ചെക്കൻ തന്നെ കേട്ടോ, ഈ ചെക്കനാണ് ഇന്ന് വഴി തെറ്റിച്ച് ആ വീട്ടിൽ കയറ്റിയിട്ട് തല്ലുകൊള്ളിച്ചത്. ഈ ചെക്കനാണ് ഇവരുടെ എന്തിനാണ് നീ ചെയ്തേ? അമ്മ പറഞ്ഞത് ശരിയാണോടാ? പൊന്നു മോനെ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഞങ്ങള്? നിനക്ക് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ ഈ പ്രായമായ മനുഷ്യനോട്? നിനക്കൊരു അപ്പൂപ്പനുള്ളതല്ലേ നാത്തൂന്? ഇത് കൊറേ കഷ്ടാണ് കേട്ടോ നാത്തൂനെ. എന്നോട് ഞാനൊന്നും ചെയ്തില്ല. നിന്നോട് വഴി വെച്ചില്ലേ മാവൻ? ഈ അങ്കിൾ എന്നോട് ചോദിച്ചു തങ്കപ്പന്റെ വീട് ഏതാ? അയ്യോ അല്ല സാറേ, അങ്ങനെയല്ല, ഞാൻ തങ്കത്തിന്റെ വീട് എവിടെ? അങ്ങനെ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആരെ അമ്മാവൻ അറിയില്ല. തങ്കം എന്റെ അമ്മാവൻ അത് പറയും. മാത്രല്ലടി, ഈ തങ്കത്തിന്റെ അമ്മാവനാണ് ഞാൻ. അഴകേശ്വരാന്ന് വരെ പറഞ്ഞു എന്നിട്ടാണ് ഈ ദ്രോഹി. നീ എന്തിനാണ് അങ്ങനെ ചെയ്തേ? ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തേ? ഡാഡി പറഞ്ഞിട്ടോ? ഞാൻ പറഞ്ഞേട്ടാ, ഡാഡി അല്ലേ പറഞ്ഞ പ്രായമുള്ള ആര് വന്നാലും വഴി തെറ്റിച്ചു വിടണമെന്ന്? അളിയോ, അപ്പൊ ഇത് അളിയ എനിക്കിട്ട് പണിഞ്ഞ പണിയല്ലേ? എന്നാലേ അളിയ ഒരു കാര്യം ഓർത്ത് വെച്ചോ, എന്റെ ഈ അമ്മാവനുണ്ടല്ലോ ഇനി 5-6 ദിവസം ഇവിടെ കാണും കേട്ടോ. ബാക്കി നമുക്ക് വഴിയെ കാണാം. ഞാൻ എങ്ങനെയാണോ എന്റെ കൂടെ 5-6 ദിവസം ഇവിടെ താമസിക്കുക? അമ്മാവാ, അമ്മാവൻ ധൈര്യമായിട്ട് എന്നോടൊപ്പം നില്ല്. നമ്മളെ തിരുവനന്തപുരത്ത് കുറച്ച് കളി ഇവിടെ എടുക്കേണ്ടി വരും. Alien versus Alien.